പ്രൈസ് ദി ലോർഡ്. 2 ദിനവൃത്താന്ത പുസ്തകം 22-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. യെരുശലേം നിവാസികൾ അവന്റെ ഇളയ മകനായ അഹസ്യാവെ അവന് പകരം രാജാവാക്കി. അറബികളോടുകൂടെ പാളയത്തിൽ വന്ന പടക്കൂട്ടം മൂത്തവരെ ഒക്കെയും കൊന്നുകളഞ്ഞിരുന്നു. ഇങ്ങനെ യഹൂദ രാജാവായ യഹോരാമിന്റെ മകൻ അഹസ്യാവ് രാജാവായി. അഹസ്യാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 42 വയസ്സായിരുന്നു. അവൻ 1 സംവത്സരം യെരുശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് അഥല്യ എന്നു പേർ. അവൾ ഒമ്രിയുടെ മകളായിരുന്നു. അവനും ആഹാബ് ഗൃഹത്തിന്റെ വഴികളിൽ നടന്നു. ദുഷ്ടത പ്രവർത്തിപ്പാൻ അവന്റെ അമ്മ അവന് ആലോചനക്കാരത്തി ആയിരുന്നു. അതുകൊണ്ട് അവൻ ആഹാബ് ഗൃഹത്തെ പോലെ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അവർ അവന്റെ അപ്പൻ മരിച്ച ശേഷം അവന്റെ നാശത്തിനായി അവന്റെ ആലോചനക്കാരൻ ആയിരുന്നു. അവരുടെ ആലോചന പോലെ അവൻ നടന്നു. ഇസ്രായേൽ രാജാവായ ആഹാബിന്റെ മകൻ യോരാമിനോടുകൂടെ അവൻ ഗിലെയാദിലെ രാമോത്തിൽ അരാം രാജാവായ ഹസായേലിനോട് യുദ്ധത്തിന് പോയി. എന്നാൽ അരാമ്യർ യോരാമിനെ മുറിവേൽപ്പിച്ചു. അരാം രാജാവായ ഹസായേലിനോടുള്ള യുദ്ധത്തിൽ രാമായിൽ വെച്ച് ഏറ്റ മുറിവുകൾക്ക് ചികിത്സ ചെയ്യേണ്ടതിന് അവൻ ഇസ്രായേലിൽ മടങ്ങിപ്പോയി. യഹൂദ രാജാവായ യഹോരാമിന്റെ മകൻ അസര്യാവ് ആഹാബിന്റെ മകനായ യോരാം ദീനമായി കിടക്കുകയാൽ അവനെ കാണുവാൻ ഇസ്രായേലിൽ ചെന്നു. യോരാമിന്റെ അടുക്കൽ ചെന്നത് അഹസ്യാവിന് ദൈവഹിതത്താൽ നാശഹേതുവായി ഭവിച്ചു. അവൻ ചെന്ന സമയം ആഹാബ് ഗൃഹത്തിന് നിർമൂലനാശം വരുത്തുവാൻ യഹോവ അഭിഷേകം ചെയ്തവനായി നിംശിയുടെ മകനായ യേഹുവിന്റെ നേരെ അവൻ യഹോരാമിനോടുകൂടെ പുറപ്പെട്ടു. യേഹു ആഹാബ് ഗൃഹത്തോട് ന്യായവിധി നടത്തുകയിൽ അവൻ യഹൂദ പ്രഭുക്കന്മാരെയും അഹസ്യാവിന് ശുശ്രൂഷ ചെയ്യുന്നവരായ അഹസ്യാവിന്റെ സഹോദരന്മാരുടെ പുത്രന്മാരെയും കണ്ട അവരെ കൊന്നുകളഞ്ഞു. പിന്നെ അവൻ അഹസ്യാവെ അന്വേഷിച്ചു. അവൻ ശമരിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അവർ അവനെ പിടിച്ചു യേഹുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് കൊന്നു. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ അന്വേഷിച്ച യഹോശാഫാത്തിന്റെ മകനല്ലോ എന്ന് പറഞ്ഞ് അവർ അവനെ അടക്കം ചെയ്തു. ഇങ്ങനെ അഹസ്യാവിന്റെ ഗൃഹത്തിൽ ആർക്കും രാജ്യത്വം വഹിപ്പാൻ ശക്തിയില്ലാതെ ഇരുന്നു. അഹസ്യാവിന്റെ അമ്മയായ അഥല്യ തന്റെ മകൻ മരിച്ചുപോയി എന്ന് കണ്ടിട്ട് എഴുന്നേറ്റ് യഹൂദാഗൃഹത്തിലെ രാജസന്തതിയൊക്കെയും നശിപ്പിച്ചു. എന്നാൽ രാജകുമാരിയായ യഹോശാബത്ത് കൊല്ലപ്പെടുന്ന രാജകുമാരന്മാരുടെ ഇടയിൽ നിന്ന് അഹസ്യാവിന്റെ മകനായ യോവാശിനെ മോഷ്ടിച്ചെടുത്ത് അവനെയും അവന്റെ ധാത്രിയെയും ഒരു ശയനഗൃഹത്തിൽ ആക്കി. ഇങ്ങനെ യഹോരാം രാജാവിന്റെ മകളും യഹോയാദാ പുരോഹിതന്റെ ഭാര്യയുമായ യഹോശാബത്ത്, അവൾ അഹസ്യാവിന്റെ സഹോദരിയല്ലോ, അഥല്യ അവനെ കൊല്ലാതിരിക്കേണ്ടതിന് അവനെ ഒളിപ്പിച്ചു. അവൻ അവരോടുകൂടെ 6 സംവത്സരം ദൈവാലയത്തിൽ ഒളിച്ചിരുന്നു. എന്നാൽ അഥല്യ ദേശം വാണു. വായിച്ചതായ തിരുവചനങ്ങൾ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി തീരട്ടെ. ആമേൻ.